സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും തുടക്കമിട്ട് BJP. തിരുവനന്തപുരം നേമം നിയോജക മണ്ഡലത്തിലെ പ്രചാരണ പരിപാടികൾക്ക് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ റോഡ് ഷോയുടെ തുടക്കം കുറിച്ചു. ശാലിനി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം നേടിയ BJP തൊട്ടു പിന്നാലെ തിരുവനന്തപുരം നഗരസഭയിലെ ഭരണം പിടിച്ചു. അതിനു പിന്നാലെ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുകയാണ്. തലസ്ഥാനത്ത് നേടിയ വിജയത്തിന് തൊട്ടു പിന്നാലെയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ 47 പേരുടെ ആദ്യഘട്ട പട്ടിക പ്രഖ്യാപിച്ചത്. ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷനും നേമത്തെ സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ജനം ടിവിക്കൊപ്പം ചേരുകയാണ്. ആദ്യം തന്നെ കാൻഡിഡേറ്റ് ആയതിനുള്ള ആശംസ അറിയിക്കുന്നു. ഒപ്പം എത്രത്തോളമാണ് RC പ്രതീക്ഷകൾ നേമത്ത് നമുക്ക്? അല്ല, ഞങ്ങളുടെ പ്രതീക്ഷ നല്ല പ്രതീക്ഷയാണ്. അത് നേമത്തിൽ മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയിലും മൊത്തം കേരളത്തിൽ ഞങ്ങൾ മത്സരിക്കുന്നത് ജയിക്കാനാണ്. NDA നന്നായി ശക്തമായി ഈ ഇലക്ഷനിൽ മത്സരിക്കും. ഞാൻ ആദ്യം പറഞ്ഞതാണ്, ഇത് ഒരു സീറ്റോ 2 സീറ്റിനല്ല ഞങ്ങൾ മത്സരിക്കുന്നത്. മാറ്റം കൊണ്ടുവരണം എന്നാണ് ജനങ്ങളുടെ ആവശ്യം. അതിനുവേണ്ടി ഞങ്ങൾ അധ്വാനിക്കും. ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്, വികസിത കേരളം എന്ന കാഴ്ചപ്പാട്, ഇവിടെ വികസിത നിയമത്തിൻ്റെ കാഴ്ചപ്പാട് ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കും. അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. എന്താണ് ഈ നാടിൻ്റെ ഭാവിയും ഏത് ദിശയും ദശയിലാണ് നമ്മുടെ നാട് പോകേണ്ടത്. ഞങ്ങൾ പറയുന്നത് ഈ ഇലക്ഷൻ ഏറെ നിർണായകമായ ഒരു ഇലക്ഷനാണ്, ഗൗരവമായ ഒരു ഇലക്ഷനാണ്. നമ്മളെ ഭാവി തീരുമാനിക്കേണ്ട ഒരു ഇലക്ഷനാണ്, കുട്ടികളുടെ ഭാവി തീരുമാനിക്കേണ്ട ഒരു ഇലക്ഷനാണ്. അപ്പോൾ അങ്ങനെ ആണ് ഞങ്ങൾ കാണുന്നത്. എല്ലാ സീറ്റിലും ജയിക്കാനാണ് മത്സരിക്കുന്നത്. കാരണം ജയിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ കഴിയുള്ളൂ. അത് മനസ്സിൽ വെച്ചിട്ട് ആണ് ഞങ്ങൾ മത്സരിക്കുന്നത്. മൂന്നാം മുന്നണി അധികാരത്തിലേറുന്നതിനുള്ള തികഞ്ഞ ആത്മവിശ്വാസം 140 മണ്ഡലങ്ങളിൽ ഞങ്ങൾക്കുണ്ട്. അത് ഞാനത് പറയുന്നത് രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല പറയുന്നത്. ഇത് ജനങ്ങൾ പറഞ്ഞതും ഞങ്ങൾ കേൾക്കുന്നതാണ്. അവർ മടുത്തു. അവർ ഈ CPM കോൺഗ്രസിന്റെ രാഷ്ട്രീയം കണ്ട് സഹിച്ച് മടുത്തു. അവരെന്നെ പറയുന്നു, മതിയായി MLA, മതിയായി കോൺഗ്രസ്, മതിയായി CPM. അവർ പറയുന്നു ഞങ്ങൾക്കൊരു മാറ്റം വേണം, മാറ്റം തുടങ്ങാം അവർ പറയുന്നു. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് ഈ മാറ്റം കൊണ്ടുവരാൻ താല്പര്യവും കഴിവുള്ള ഒരു ഒറ്റ പാർട്ടിയാണ് BJP NDA. അതിനുവേണ്ടി ഞങ്ങൾക്കൊരു അവസരം തരൂ. ആ അവസരം കിട്ടിയാൽ നരേന്ദ്രമോദിജി ഇന്ത്യയിൽ കൊണ്ടുവന്ന മാറ്റവും ഇന്ത്യയിൽ കൊണ്ടുവന്ന വികസനവും പുരോഗതിയും നമ്മൾ ഇവിടെയും കൊണ്ടുവരും. കുട്ടികൾക്കൊരു നല്ല ഭാവി സൃഷ്ടിക്കാൻ ഞങ്ങൾക്കൊരു അവസരം തരുമെന്നാണ് ഞങ്ങളുടെ ഒരു മെസ്സേജ്. ഡബിൾ പൂട്ടിട്ട് പൂട്ടിയ അക്കൗണ്ടിന് തുറക്കില്ലെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി നേമത്തെ. അതെല്ലാം വിടുന്നു. നമ്മുടെ നാട്ടില് ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്. ആർക്കും എന്തും പറയാം. അത് വിഡ്ഢിത്തരമാണെങ്കിൽ വിഡ്ഢിത്തരവും പറയാം. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ അവകാശമാണ്. ഞാനൊന്നും അതിനെക്കുറിച്ചൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. ആരാണ് പൂട്ടുന്നത്, ആരാണ് തുറക്കുന്നത് എല്ലാം ജനങ്ങൾ തീരുമാനിക്കും. ഇതൊരു ഡെമോക്രസിയാണ്. ഇത് ചൈനയൊന്നുമല്ല, ഇത് സ്റ്റാലിൻ്റെ റഷ്യൊന്നുമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല തീരുമാനിക്കേണ്ടത് ആരെ പൂട്ടുന്നത്, ആരെ തുറക്കുന്നത്. ഇത് തീരുമാനിക്കേണ്ടത് ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളാണ്. ജനങ്ങളും വോട്ടർമാരാണ് തീരുമാനിക്കാൻ പോകുന്നത് ഏത് ദിശയും ദശയിലാണ് നേമം മണ്ഡലം, കേരളം ഏത് ദിശയും ദശയിൽ പോകുന്നു. മാർച്ച് 4 പുലരുന്നത് കേരളത്തിൽ ഒരു പുതിയ കേരളം എന്നുള്ള രീതിയിലായിരിക്കുമല്ലേ? നോക്കൂ, വികസിത കേരളം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ കേരളം മാത്രമല്ല, അതിൻ്റെ ദിശയും ദശയും 70 കൊല്ലം കിട്ടാത്ത കാണാത്ത ഒരു വികസനവും അതിൻ്റെ ഒപ്പം ഒരു ഭരണശൈലി, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു ഭരണശൈലി. ഞാൻ എവിടെ പോയാലും കാണുന്നത് 20 കൊല്ലം 15 കൊല്ലം കുത്തിയിരുന്ന MLA ഒന്നും ചെയ്യാണ്ട് ഇന്നും ജനങ്ങൾക്ക് പ്രശ്നങ്ങൾ, കുടിവെള്ളം, വീട്, പട്ടയം, അവർക്ക് തൊഴിലില്ല, അവർക്ക് ഇലക്ട്രിസിറ്റി ഇല്ല, റോഡില്ല, ഡ്രെയിനേജ് ഇല്ല, മാലിന്യമില്ല. ഇത് പിന്നെ 2026 ഇങ്ങനത്തെ സ്ഥിതി എങ്ങനെ വന്നു? 70 കൊല്ലം നമ്മുടെ സംസ്ഥാനം രൂപീകരിച്ച് 70 കൊല്ലമായി. എന്നിട്ടും ഇന്ന് മുഖ്യമന്ത്രിയുടെ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലും കോൺഗ്രസ് പ്രതിപക്ഷ നേതാവിൻ്റെ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലും കുടിവെള്ളം ഇല്ലാത്ത എത്രയോ ആയിരക്കണക്കിന് ജനങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം പരിഹരിക്കണ്ടേ? ഇതല്ലേ ഒരു MLAൻ്റെ കടമ, ഒരു ഉത്തരവാദിത്വം ഒരു MLAൻ്റെ സർക്കാരിന്, അതല്ലേ? പക്ഷേ എത്ര കൊല്ലം ഭരിച്ച ഈ MLAമാരും ഈ സർക്കാർ, കോൺഗ്രസും CPM സർക്കാരും ഒന്നും ചെയ്തിട്ടില്ല. അതിനെ മാറ്റണം എന്നാണ് ജനങ്ങൾ പറയുന്നത്. ആ മാറ്റം ഞങ്ങൾ കൊണ്ടുവരാൻ തയ്യാറാണ്.
അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരു മാറ്റം BJP കൊണ്ടുവരും, അധികാരത്തിൽ BJP എത്തുമെന്നുള്ള ആത്മവിശ്വാസം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പങ്കുവയ്ക്കുന്നുണ്ട്. നേമത്തെ NDAയുടെ സ്ഥാനാർത്ഥി പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും നേമത്ത് 17ഓളം താമരകൾ വിരിയിച്ചുകൊണ്ടാണ് തലസ്ഥാനത്തെ ഭരണം ഇക്കുറി BJP പിടിച്ചത്. ആ ആത്മവിശ്വാസം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ NDA ക്യാമ്പുകൾക്ക് ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ആ ഒരു സൂചന തന്നെയാണ് ഈ ഒരു വാഹന പ്രചരണ ജാഥ തുടങ്ങിയപ്പോൾ മുതൽ തന്നെ നേമം നിയോജക മണ്ഡലത്തിൽ നമുക്ക് കാണാനായതും. അത്രയധികം ജനപിന്തുണ BJPക്കൊപ്പമുണ്ട്, NDAക്കൊപ്പമുണ്ട്, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്ന നേമത്തുമുണ്ട് എന്നുള്ളതാണ്. A ക്ലാസ് മണ്ഡലങ്ങളിലടക്കം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടുകൂടി വലിയ ആവേശത്തിലാണ് NDA ക്യാമ്പും പ്രവർത്തകരുമുള്ളത്. ക്യാമറാമാൻ രഞ്ജിത്ത് മോഹനൊപ്പം S. ശാലിനി, ജനം, തിരുവനന്തപുരം.